ഹായ് കൂട്ടുകാരി, നമുക്കിന്നൊരു വെറൈറ്റി പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാമേ. പുട്ടുപൊടി നനച്ചത്, ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ചെറുപയർ ഉപ്പിട്ട് പുഴുങ്ങിയത്, പിന്നെ ഒരു 1.5 മുറി തേങ്ങ. ഇത് നമുക്കിനി ഇഡ്ഡലിപ്പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് പുട്ടുപൊടി ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പയർ പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഉപ്പിട്ട് ഒരു 1/4 ഭാഗം ഒരുപാട് വേവിച്ചിട്ടില്ല, അതിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് പഴുത്ത മാങ്ങ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ അതിലേക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് ഇത് അരിഞ്ഞതാണ്. ഇതിനകത്ത് കുറച്ച് നെയ്യിൽ ഇട്ട് വഴട്ടിയിട്ടാൽ നല്ല ടേസ്റ്റ്, നെയ്യുടെ ടേസ്റ്റോടെ കിട്ടുമ്പം നല്ലതായിരിക്കും പുട്ടിന്. പക്ഷേ ഇവിടെ നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അല്ലാതെ അങ്ങ് ഇട്ടത്. ഇനി അതിലേക്ക് അതിൻ്റെ മുകളിൽ പിന്നെയും പുട്ടുപൊടി നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇത് കനം കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ആവി മുകളിലോട്ട് വരാൻ വലിയ പാടായിരിക്കും. അതിൻ്റെ മുകളിൽ പിന്നെ തേങ്ങ ഇടുക. ഇത് പുഴുങ്ങിയ ചെറുപയറാണ്. ഇനി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. മാമ്പഴം ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇങ്ങനെ നല്ലപോലെ പീസ് മാറിക്കിടക്കണം. പിന്നെ അതിലേക്ക് ഏത്തയ്ക്ക ഇട്ട് കൊടുക്കുക. ഏത്തപ്പഴം സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. അന്നേരം ഒരു നല്ലൊരു ഭംഗി കാണുന്നില്ലേ? ഏത്തപ്പഴം ഇട്ടതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ആവി വരും. ആവി വന്നിട്ട് തുറന്ന് നല്ല അടിപൊളി ടേസ്റ്റായ പുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് വിളമ്പിയെടുക്കട്ടെ. നല്ല ആവിയുള്ള നല്ല അടിപൊളി പുട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.